ചന്ദോള തലാബ് മിനി ബംഗ്ലാദേശ് ആക്കിയ ലല്ല ബിഹാരിക്ക് പിടിവീഴുകയാണ്. കുറ്റിക്കാടുകൾക്ക് പിന്നിൽ ആഡംബര ഫാം ഹൌസ് ഒരുക്കിയാണ് ലല്ല പത്താൻ ബംഗ്ലാദേശികൾക്ക് താവളമൊരുക്കിയത്. ഗുജറാത്തിലെ ചന്ദോള തലാബ് പ്രദേശത്ത് ബംഗ്ലാദേശികൾക്ക് അനധികൃതമായി അഭയം നൽകിയ ലല്ല പത്താൻ എന്ന ലല്ല ബിഹാരിയെ രാജസ്ഥാനിൽ നിന്ന് അഹമ്മദാബാദ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ചന്ദോളയിലെ അധോലോക നേതാവായി കണക്കാക്കപ്പെടുന്ന ലല്ല ബിഹാരി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. സാങ്കേതിക നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ലല്ലയെ അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ അഹമ്മദാബാദ് ക്രൈംബ്രാഞ്ച് ഒരു പത്രസമ്മേളനത്തിൽ ലല്ലയുടെ കുറ്റകൃത്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ വളരെ കാലമായി അഹമ്മദാബാദിലെ ചന്ദോള തലാബ് പ്രദേശത്ത് താമസിച്ചിരുന്നു. ഈ നുഴഞ്ഞുകയറ്റക്കാർക്കെല്ലാമെതിരെ അഹമ്മദാബാദ് പോലീസും മുനിസിപ്പൽ കോർപ്പറേഷനും ചേർന്ന് ശക്തമായ നടപടിയെടുക്കുകയും ഇവരുടെ അനധികൃത സെറ്റിൽമെന്റുകൾ പൊളിച്ചുകളയുകയും ചെയ്തിരുന്നു. അഹമ്മദാബാദിൽ ഈ പൊളിച്ചുമാറ്റൽ 3 ദിവസം വരെയാണ് നീണ്ടുനിന്നത്. അതിൽ ചന്ദോള ഭാഗത്ത് മാത്രം അനധികൃതമായി പ്രവേശിച്ച ബംഗ്ലാദേശികളുടെ 2000-ലധികം അനധികൃത വീടുകളാണ് ബുൾഡോസറുകൾ ഉപയോഗിച്ച് പൊളിച്ചുമാറ്റിയത്. ചന്ദോളയിൽ നിന്ന് 200 ബംഗ്ലാദേശികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ ഓപ്പറേഷനിലാണ് കുറ്റിക്കാടുകൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ലല്ല ബിഹാരിയുടെ ആഡംബര ഫാം ഹൌസ് പോലീസ് കണ്ടെത്തിയത്. ലല്ലയുടെ ഫാം ഹൌസും 4 വീടുകളും പോലീസ് റെയ്ഡ് ചെയ്യുകയും ധാരാളം രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒളിവിൽ പോകുന്നതിനിടെ ലല്ലയുടെ മകൻ ഫത്തേ മുഹമ്മദിനെ പോലീസ് പിടികൂടി. ഒടുവിൽ സാങ്കേതിക നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അഹമ്മദാബാദ് ക്രൈംബ്രാഞ്ച് രാജസ്ഥാനിൽ നിന്ന് ലല്ല ബിഹാരിയെ അറസ്റ്റ് ചെയ്തു. നിലവിൽ ലല്ല ബിഹാരി ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർക്കൊപ്പം ബംഗ്ലാദേശികളുമായി സമ്പർക്കം പുലർത്തിയിരുന്ന ചന്ദോള മേഖലയിലെ 4 ഏജന്റുമാർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. 4 പ്രാദേശിക ഏജന്റുമാർ, ലല്ലയുടെ മകൻ ഫത്തേ മുഹമ്മദ്, ലല്ല ബിഹാരി എന്നിവർ ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രാദേശിക ഏജന്റുമാർ വഴി ബംഗ്ലാദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടാൻ ലല്ല സഹായിച്ചിരുന്നതായി ക്രൈംബ്രാഞ്ചിന് പ്രാഥമിക വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ ഏജന്റുമാർ ബംഗ്ലാദേശുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. ബംഗ്ലാദേശിൽ നിന്ന് ആരാണ് ഇന്ത്യയിലേക്ക് വരേണ്ടത് എന്നും ഏത് തരത്തിലുള്ള തൊഴിലാണ് ആവശ്യമെന്നും തീരുമാനിച്ചതിനു ശേഷം നിയമവിരുദ്ധമായി ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനുള്ള വില ഇയാളും സംഘവും നിശ്ചയിക്കുകയാണ് പതിവ്. പോലീസിന് ചില രേഖകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും വ്യക്തമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. ലല്ല ബിഹാരിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത 5 സ്വത്തുക്കളുണ്ട്. ഇതിൽ 4 എണ്ണത്തിൽ വ്യാഴാഴ്ച വൈകുന്നേരം പോലീസ് റെയ്ഡ് നടത്തി ധാരാളം രേഖകൾ പിടിച്ചെടുത്തു എന്ന വിവരങ്ങളുണ്ട്. ആരുടെ സഹായത്തോടെയാണ് ലല്ല ബിഹാരി ചന്ദോളയിൽ ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തത് എന്നതിലേക്ക് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ലല്ല ബിഹാരിയുടെ മകൻ ഫത്തേ മുഹമ്മദ് പോലീസ് റിമാൻഡിലാണ്. ചോദ്യം ചെയ്യലിൽ അച്ഛനും മകനും ചന്ദോളയിൽ വേശ്യാവൃത്തിയും നടന്നിരുന്നതായി മകൻ പറഞ്ഞു. ഫത്തേ മുഹമ്മദിൽ നിന്ന് 43 വാടക കരാറുകളുടെ രേഖകൾ പോലീസ് കണ്ടെത്തിയതിനെ തുടർന്ന് ചന്ദോളയിൽ വീടുകൾ വാടകയ്ക്ക് നൽകുന്ന വീട്ടുടമസ്ഥനും വാടകക്കാരനുമെതിരെ പോലീസ് കേസെടുക്കും. അതേസമയം ലല്ലയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിൽ നടക്കുന്ന ഇലക്ഷനിൽ പോലും ദുരൂഹമായ വ്യാജ ID കാർഡുകൾ വാർത്തയായിരുന്നു. കേരളത്തിൽ കുറ്റകൃത്യം, മോഷണം, കൊലപാതകം എല്ലാം ചെയ്തു മുങ്ങുന്നവരും ബംഗ്ലാദേശിലേക്ക് കടക്കുന്നു എന്നാണ് വിവരങ്ങൾ. കേരളത്തിൽ 13 ലക്ഷത്തിലേറെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ടെന്നാണ് കണക്കുകൾ. ചിലർ പറയുന്നത് ഇതിലധികം വരും എന്നാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ കൈവശം ഒരു കണക്കുമില്ല. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയത് 4 ഷെഡുകളായിരുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ തേയിലത്തോട്ടത്തിൽ പണിക്ക് വന്നവരായിരുന്നു. എന്നാൽ ഇവർ എത്ര പേർ ഉണ്ടായിരുന്നു എന്ന് ഒന്നും ഇനിയും വ്യക്തമല്ല. അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിന്റെ തോട്ടം മേഖലയിൽ വൻതോതിലുണ്ട്. ഇവരുടെ പൗരത്വം പോലും ആരും അന്വേഷിക്കാറില്ല. പശ്ചിമ ബംഗാൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ അതിർത്തികളിൽ സജീവമായ സംഘം കേരളത്തിലേക്കും ആൾക്കാരെ പറഞ്ഞുവിടുന്നുണ്ട്. പ്രത്യേക പാക്കേജുകൾ ഒരുക്കി ബംഗ്ലാദേശിലെ റാക്കറ്റുകളുമായി ചേർന്നാണ് ഇവരുടെ പ്രവർത്തനം. മ്യാൻമാറിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ വരെ ഈ വിധം രാജ്യത്തെത്തുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബംഗ്ലാദേശ് സ്വദേശിനി പെരുമ്പാവൂരിൽ അറസ്റ്റിലായ തസ്ലിമ ബീഗവും അങ്കമാലിയിൽ അറസ്റ്റിലായ ബംഗ്ലാദേശുകാരൻ ഹൊസൈനുമൊക്കെ ഈ റാക്കറ്റിന്റെ ഭാഗമാണ്. ഇവരിൽ നിന്നാണ് റാക്കറ്റുകളുടെ പ്രവർത്തന രീതി രഹസ്യാന്വേഷണ വിഭാഗത്തിന് കിട്ടിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.